ഈസ്റ്റർ സ്കൂൾ ഹോളിഡേയുടെ സമയത്ത് ഞങ്ങൾ നെതർലൻഡ് ബെൽജിയം ട്രിപ്പ് പോയിരുന്നു. അപ്പം അതിൻ്റെ സമയത്തെടുത്തൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ ഷോർട്സിൻ്റെ പാകത്തിന് കൂടുതലും എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് അത് കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് നെതർലൻഡ് മുഴുവൻ നടന്ന് കാണാമോ എന്ന് ചോദിച്ചാൽ പറ്റുമായിരിക്കും. പക്ഷേ ഞങ്ങൾ ഈ ഷോർട്ട് പീരീഡിന് പോകുന്നതുകൊണ്ട് നമുക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലോ. പക്ഷേ എന്നാലും മുഴുവൻ നെതർലൻഡിൻ്റെ ഒരു ഒരു മിനിയേച്ചർ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഈ ആംസ്റ്റർഡാമിലേക്ക് പോപ്പുലറായിട്ടുള്ള എല്ലാ സാധനങ്ങളും ദേ ഇവിടെയുണ്ട്. അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു, നല്ലൊരു സ്ഥലമായിരുന്നു. രോഹൻ പറഞ്ഞത് അവൻ പോയതിൽ ഏറ്റവും എൻജോയ് ചെയ്ത സ്ഥലം ഇവിടെയാണെന്നാണ് പറഞ്ഞത്. ആൺപിള്ളേർക്ക് ഈ ട്യൂലിപ്സും ഒന്നും വലിയ ഇഷ്ടപ്പെടുത്തൊന്നുമില്ലല്ലോ. നമുക്ക് പെണ്ണുങ്ങൾക്കാണല്ലോ കൂടുതലും ട്യൂലിപ്സും ഒക്കെ ഇഷ്ടം, ഫോട്ടോ എടുക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. എനിക്കിഷ്ടമാട്ടോ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ. അങ്ങനെ ഈ ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ നെതർലൻഡ് എന്ന് പറഞ്ഞ സ്ഥലം കൂടുതലും കനാലുകളും റിവറുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. എനിക്കൊന്ന് കനാലാണ് ഏറ്റവും കൂടുതൽ അവിടെ. അത് സമുദ്രനിരപ്പിൽ നിന്ന് ഒത്തിരി താഴ്ന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവർ ഈ കനാലുകളും പിന്നെ ഇങ്ങനെ അതിന് ഡാമുകളും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചാണ് അവർ ഈ വെള്ളം ഇങ്ങനെ കയറാതെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ആംസ്റ്റർഡാമിൽ നിന്ന് ഫ്രാൻസിൽ വന്ന് അവിടുന്ന് UK പോരാനായിട്ട് ഷിപ്പിലേക്ക് കയറുന്നൊരു വ്യൂ ആണ്. ഞങ്ങളൊരു ബസ്സിനാണ് പോയത്. അപ്പോൾ ബസ്സിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണിക്കുന്നത്. അപ്പം ഈ ഷിപ്പ് വലിയ ഷിപ്പാണ്. ഒത്തിരിയും എന്തോരം വണ്ടി കയറുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഒത്തിരി വണ്ടികൾ കയറും. ബസ് തന്നെ എന്തോരം ബസ്സാണെന്നറിയാം. ഇത് ഞങ്ങൾ തിരിച്ചു പോരുന്നതൊരു മൺഡേ ആയതുകൊണ്ട് ഇച്ചിരി തിരക്ക് കുറവുണ്ട്. പക്ഷേ ഞങ്ങൾ പോയ അന്ന് ഭയങ്കര തിരക്കായിരുന്നു. ആ ഷിപ്പ് നിറച്ചെന്ന് പറഞ്ഞ പോലെ വണ്ടി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇച്ചിരി ലേറ്റും ആയി. ഞങ്ങൾ ഓൾമോസ്റ്റ് 8 o'clock അങ്ങാണ്ട് ആവാറായി എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഫ്രാൻസിൻ്റെ ബോർഡർ കവർ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ബോർഡർ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ബോർഡർ ഓഫീസേഴ്സ് ഉണ്ട്. അവർ നമ്മുടെ വിസയും പാസ്പോർട്ടും എല്ലാം ചെക്ക് ചെയ്താണ് നമ്മളെ ഇങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ. കണ്ടോ, ഇങ്ങനെ ബസ് ഇട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഷിപ്പ് മൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ നിന്ന് ഇറങ്ങി മേളിൽ പോയിരിക്കണം. ഇഷ്ടംപടി ഇരിക്കാനുള്ള സ്ഥലവും റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട്. ഈവൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് വരെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വൗച്ചേഴ്സ് ഉണ്ടായിരുന്നു ഫുഡ് വാങ്ങിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഡിന്നറും ഒക്കെ ഷിപ്പിൽ നിന്ന് കഴിച്ചു. കാരണം 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു നമുക്ക് ഫ്രാൻസിൻ്റെ ബോർഡറിൽ നിന്ന് ഡോവർ എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിൻ്റെ ബോർഡറിലേക്ക് വരാനായിട്ട്. അപ്പം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ യാത്ര.